വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ 250 ഗ്രാം എള്ളാണ്. എള്ള് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ നല്ല എള്ള് നോക്കി വാങ്ങണം. പിന്നെ ഉള്ളത് അരിയാണ്, 2 ഗ്ലാസ് അരി എടുക്കാം. പിന്നെ ഒരു വലിയൊരു തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. പിന്നെ 5 കട്ട വെല്ലം, ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. നമുക്ക് കഴുകിയെടുക്കാം. രണ്ട് പ്രാവശ്യം കഴുകിയിട്ട് നമുക്ക് അരിച്ചെടുക്കാനുള്ളത്, അതിനകത്തുള്ള വെള്ളം എല്ലാം പോയിട്ട് അത് വറുത്തെടുക്കാനുള്ളതാണ്. ഇതുപോലെ 2 പ്രാവശ്യം കഴുകിയെടുത്താൽ മതി. വൃത്തിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഇതുപോലെ തന്നെ കഴുകിയെടുത്ത അരി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഒരു 6-7 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്ക് വറുത്ത് കിട്ടും. നന്നായിട്ട് വറുത്തെടുക്കണം, നല്ല മൂത്ത് വരണം. കരിഞ്ഞു പോകരുത്. വറുക്കുന്ന സമയത്ത് കരിഞ്ഞു പോകാണ്ട് നമ്മൾ ഇളക്കി കൊടുത്ത് വറുത്തെടുക്കാം. ഇത് നമ്മൾ ഇതുപോലെ അരിപ്പയിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം വെള്ളം എല്ലാം മാറിയിട്ട് കിട്ടും. ശരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവാണിത്. ഇപ്പൊ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് കാൽഷ്യത്തിന്റെ കുറവ്, വൈറ്റമിൻ ഡിയുടെ കുറവ്, അനീമിയ, വളർച്ച എല്ലാം പരിഹരിക്കാൻ പറ്റിയ നല്ലൊരു ലഡുവാണ്. അതുകൂടാതെ തന്നെ നമുക്കിപ്പം അതായത് പീരീഡ്സ് ആയ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറിയെടുക്കാനും ഇത് നല്ലതാണ്. നമുക്ക് ഉൾബലം കിട്ടാൻ, കരുത്തൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു ലഡുവാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പൊ ചെറുതായിട്ട് കളറൊക്കെ മാറുന്നുണ്ട്, ഇത്രയും ആയാൽ പോരാ. ഇത് നന്നായിട്ട് നമ്മൾ നല്ല കളറൊക്കെ മാറി വരണം. അതുകൊണ്ട് നമുക്ക് ഈ 5 കട്ട വെല്ലം, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അലിയിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ പകുതിയോളം വറുത്ത് വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി നമുക്ക് ഡാർക്ക് കളർ ആകുന്നത് വരെയും ഇത് വറുത്തെടുക്കാം. നല്ല മൂത്ത് വറുത്ത് കിട്ടുമ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് നല്ലതായിട്ട് വരുന്നത്. അതെല്ലാരും ശ്രദ്ധിക്കുക. ഏകദേശം ഇത്രയും കളറിൽ വേണം നമുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 6 മിനിറ്റ് കൊണ്ട് തന്നെയല്ല ഇത് റെഡിയാവും. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അടുത്തതായി നമുക്ക് എള്ളിട്ട് കൊടുക്കാം. എള്ള് നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും. നമുക്കിതിങ്ങനെ ഒരു പൊട്ടുന്ന പോലത്തെ ഒരു സൗണ്ട് വരും എള്ള് വറുത്ത് വരുമ്പോഴത്തേനും. അതാണ് ഇതിന്റെ ഒരു പാകം. ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം. ഏകദേശം പൊട്ടി തുടങ്ങുന്നുണ്ട്, എന്നാലും നല്ല രീതിയിൽ തന്നെ അത് പൊട്ടുന്ന ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. അതാണ് ഇതിന്റെ ശരിക്കുള്ള പാകം. ഒക്കെ ഉറപ്പിച്ചു വെച്ച കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്കെല്ലാം 1 മാസം മുന്നേ ഒക്കെ നമുക്കിത് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പൊ അത് അവർക്ക് ശരീരത്തിന് ആവശ്യമുള്ള അയണും കാൽഷ്യവും എല്ലാം കിട്ടും. വെള്ളം അരിയും എല്ലാം ആകുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ വെള്ളവും പാകമായിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്ത് അരിച്ചെടുത്ത് വേറൊരു പാത്രത്തിൽ മാറ്റാവുന്നതാണ്. എല്ലാം പൊട്ടി തുടങ്ങുന്നുണ്ട്. ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയാണ് ഇട്ട് കൊടുക്കേണ്ടത്. തേങ്ങ ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കണം. തേങ്ങ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല മൂത്തിട്ട് വറുത്ത് കൊടുക്കാം. തേങ്ങ വറുത്തെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹെൽത്തി ആയിട്ടുള്ള ഈ ലഡു കുറച്ച് ദിവസം തന്നെ പുറത്ത് വെച്ചിരുന്നാലും കേടുകൂടാതെ ഉപയോഗിക്കാവുന്നതാണ്. ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഡാർക്ക് കളറിൽ ഇത് മൂത്ത് വരാനുണ്ട്. ഇനിയും ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എള്ള് തനിയെ പൊടിച്ചെടുക്കാം. നല്ല നൈസായിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ്. ചൂടെല്ലാം ആറി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള ജാർ തന്നെ എടുക്കുക. അത് ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ്. എള്ള് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കുറച്ച് തരിതരിപ്പൊക്കെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. തേങ്ങ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങയും നമുക്ക് നല്ലതായിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. ആ എള്ളിന്റെ ആ ജാറിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. തേങ്ങയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അരി മാത്രമേ പൊടിച്ചെടുക്കാനുള്ളൂ. അരിയും നമുക്ക് ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാം. നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു റവേന്റെ പാകത്തിന്, റവേന്റെ തരിതരിപ്പ് പോലെ നമുക്ക് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത അരി വറുത്തതും കൂടി നമുക്ക് ഇതിനകത്ത്. അപ്പൊ ഇനി ഈ കൂട്ടെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് എല്ലാ ഭാഗത്തും എള്ളും
തേങ്ങയും അരിയും എല്ലാം എത്തണ വിധത്തിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവാണിത്, മിസ്സാക്കരുതേ. അടുത്തതായി നമുക്ക് ഉരുക്കി വെച്ച വെള്ളം ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട്, വെള്ളത്തിന്റെ കൂട്ട് മിക്സ് ചെയ്തിട്ട് ഉരുട്ടി എടുക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഇത് കുറച്ച് ചൂട് വേണം, ചൂടില്ലാതെ ഒഴിക്കരുത്. കുറച്ച് ചൂടോട് കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് ഉരുട്ടി എടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതെല്ലാം ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഏകദേശം വെള്ളമെല്ലാം നമ്മുടെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. ഇത് നമുക്കിനി ഉരുട്ടിയെടുക്കുക മാത്രമേ വേണ്ടൂ. ഇതുപോലെ മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 1/2 ഗ്ലാസ് വെള്ളം എന്നുള്ളത് 5 വെള്ളത്തിന് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം ഉരുട്ടി എടുക്കാം. ഇതുപോലെ ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഉരുട്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ഇളം ചൂടോടുകൂടെ തന്നെ ഉരുട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക. കണ്ടോ, നല്ല ലഡു ആയി കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ലഡു ആണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അപ്പൊ ഇതുപോലെ എല്ലാ ലഡുവും നമുക്ക് ഉരുട്ടിയെടുക്കാം. ചൂടോട് കൂടെ തന്നെ ഉരുട്ടണ സമയത്ത് നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടും. ഇതുപോലെ കയ്യിൽ ഇങ്ങനെ കുറച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ലഡു എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചൂടോടുകൂടി തന്നെ ഉരുട്ടിയെടുക്കുക. എന്നാൽ നമുക്ക് നല്ല ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുന്നവരെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.